ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നമ്മുടെ റംലാൻ ഇഫ്താർ വ്ലോഗ് ഡേ 23 ആണ്. അപ്പോൾ കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഇഫ്താർ കുക്കിംഗ് വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒന്ന് പുറത്തൊക്കെ പോയിരുന്നു, ചെറിയ പർച്ചേസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് അത്യാവശ്യം ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചിട്ടാണ് ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ചായ തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് 2 ഗ്ലാസ് ചായയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സ് ധൃതിയിൽ ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് മാറ്റി, ഗ്രേപ്സ് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് അത് പ്ലേറ്റിലേക്ക് മാറ്റി. പിന്നെ വാട്ടർ മെലണ്, പിന്നെ ഒരു മാംഗോ, അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ ടേബിളിലേക്ക് മാറ്റാൻ പോവാണ്. പിന്നെ ഇന്ന് സ്നാക്സ് പ്രത്യേകിച്ച് വീട്ടിൽ ഞാൻ ഒന്നും കുക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഫുള്ള് പുറത്തായിരുന്നു. ഒരുപാട് പല തിരക്കുകൾ പിടിച്ച ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ആയപ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പെട്ടെന്ന് എത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടുത്തെ ദുബായിലെ ഒരു കണ്ടീഷൻ അനുസരിച്ച് 1-2 ദിവസം മുന്നേ പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ നോമ്പ് തുറക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊന്നും അധികം നോക്കുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ വന്ന് നോമ്പ് തുറക്കാം എന്നാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ നഗ്ഗറ്റ്സ് സാറായ്ക്ക് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ നഗ്ഗറ്റ്സ് മാത്രം ഇന്ന് വീട്ടിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നാണ് ഇന്ന് സ്നാക്സ് കംപ്ലീറ്റ് വാങ്ങിക്കുന്നത്. അങ്ങനെ ഒരുപാട് കൂട്ടം കുറച്ച് കൂടുതൽ സ്നാക്സ് വാങ്ങിച്ചപ്പോൾ കുറച്ച് കൂടി പോയതുപോലെ തോന്നി. കുറച്ച് കൂടുതൽ സ്നാക്സ്, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കൂടുതൽ സ്നാക്സും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നഗ്ഗറ്റ്സ് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടൊരു 5-6 നഗ്ഗറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയാണ്. ഇത് സാറായ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുന്നതാണ്. സാറ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു നഗ്ഗറ്റ്സ് വേണമെന്ന്. കാരണം നമ്മൾ വീട്ടിൽ എന്തൊക്കെ റെഡിയാക്കിയാലും സാറയുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നഗ്ഗറ്റ്സും സോസേജും ഒക്കെയാണ്. അപ്പം റംലാൻ മാസം നമ്മൾ ഇഫ്താർ സ്നാക്സ് വീട്ടിൽ വേറെ ഡിഫറെൻറ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നഗ്ഗറ്റ്സ് പൊരിക്കലും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച ഓരോരോ സ്നാക്സ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ കട്ട്ലേറ്റ് ഒരു 4 കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ എന്ന് പറയുന്നതും ഒരു 4-5 സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സമൂസയൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒണിയൻ പക്കോട, അതും നമുക്കിഷ്ടമാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സ്നാക്സാണ് ഇന്ന് നോക്കി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഞാനപ്പോൾ ടേബിളിൽ എല്ലാം ഓരോന്നോരോന്നായിട്ട് വളരെ ധൃതിയിൽ ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. പിന്നെ അതിനിടയ്ക്ക് ചായ റെഡിയാവുന്നുണ്ട്. പിന്നെ ജ്യൂസ്, ഇന്ന് നാരങ്ങ വെള്ളമാണ് കലക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ചട്ടിപ്പത്തിരിയോ, ഇതിൻ്റെ പേര് ഉള്ളിൽ ചിക്കൻ്റെ സ്റ്റഫിംഗ് ഒക്കെ വന്നിട്ട് പൊരിച്ച പത്തിരി, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ബീഫ് വിത്ത് കുഞ്ഞിപ്പത്തൽ. പിന്നെ ഇത് ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഫ്ലഫി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ണിയപ്പം പോലെ തോന്നി. ഇത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല തിരക്കാണ്. അപ്പം ഇപ്പോൾ വളരെ സമാധാനമായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നു, വീഡിയോ ഷെയർ ചെയ്യുന്നുവെങ്കിലും വളരെ ഹറിബറിയായിട്ട് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഇഫ്താർ പ്രിപ്പറേഷനായിരുന്നു. കാരണം നമ്മൾ കുറച്ച് നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് മുന്നെയാണ് വന്നെത്തിയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കിലാണ് ഓരോന്നോരോന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നഗ്ഗറ്റ്സും അതുപോലെ തന്നെ ഉണ്ണിയപ്പമാണ് ഞാൻ ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബീഫ് വിത്ത് കുഞ്ഞിപ്പത്തൽ, പിന്നെ സമൂസ, പിന്നെ കട്ട്ലേറ്റ്, ഓണിയൻ പക്കോട, പിന്നെ നമ്മുടെ പൊരിച്ച പത്തിരി, അത് ചിക്കൻ ബീഫ് എന്തോ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള പൊരിച്ച പത്തിരിയാണ്. ഇതെന്ന് പറയുന്നത് ഇത് ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതിനെ പൊരിച്ച പത്തിരി എന്നാണ് പറയുന്നത്. ഉള്ളിൽ നമ്മുടെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് അങ്ങനെ അരി കുതിർത്തിയിട്ട് റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പത്തിരി ഉണ്ടല്ലോ, പൊരിച്ച പത്തിരി, അത് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളിൽ പ്ലെയിനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ജ്യൂസായിട്ട് ഇന്ന് നാരങ്ങ വെള്ളമാണ് കലക്കുന്നത്. പിന്നെ നമ്മുടെ ചായ. ഇപ്പോൾ ഇഫ്താറിൻ്റെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ബാങ്ക് കൊടുക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് ഉള്ളപ്പോഴാണ് ചായ ഗ്ലാസ്സിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ്
ഇപ്പോഴാണല്ലോ നമുക്ക് ചൂടോട് കൂടിയിട്ട് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ നല്ല ചൂട് നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ അത്രയും താമസിച്ച് ചെയ്താലല്ലേ നമുക്ക് ചൂടോടുകൂടി ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതാ എനിക്കും ഇക്കാക്കുമുള്ള ഓരോ ഗ്ലാസ് ചായയും ടേബിളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നോർമൽ വാട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോർമൽ വാട്ടർ, ഡേറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഇതാ ലൈം ജ്യൂസ് കൂടുതൽ കലക്കിയാലും ഓരോ ഗ്ലാസ്സേ ടേബിളിൽ ഒഴിച്ച് വെക്കത്തുള്ളൂ. ബാക്കി പിന്നെ രാത്രിയോ അങ്ങനെയൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. അപ്പോൾ ഓരോ ഗ്ലാസ് ലൈം ജ്യൂസും ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാങ്കൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ ഡേറ്റ്സും വെള്ളവും ഒക്കെ വെച്ച് നോമ്പൊക്കെ തുറന്നു. പിന്നീട് ഞാൻ കഴിക്കുകയായിരുന്നു. ഓരോന്നോരോന്നായിട്ട് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നോക്കുമായിരുന്നു. അപ്പോൾ സമൂസ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കട്ട്ലേറ്റ് സാധാരണ ഈ പ്രാവശ്യം നമ്മൾ സ്നാക്സ് വാങ്ങിച്ചത് എന്നും വാങ്ങിക്കുന്ന കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ നിന്നല്ല, കൈക്കാസ് കഫേ എന്നാണ്. അപ്പോൾ അവിടുത്തെ സ്നാക്സ് ടേസ്റ്റ് വൈസ് നല്ലതാണ്. പക്ഷേ കട്ട്ലേറ്റ് നോമ്പല്ലാത്തപ്പോൾ ഉള്ള കട്ട്ലേറ്റിൻ്റെ അത്രയും ടേസ്റ്റ് വന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നോമ്പിന് വാങ്ങിച്ച കട്ട്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇതാ ഉണ്ണിയപ്പം, നമ്മുടെ പാൻ കേക്ക് പോലെ വളരെ ഫ്ലഫി ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു വെറൈറ്റി ഉണ്ണിയപ്പമായിരുന്നു. അങ്ങനെ കുറച്ച് സ്നാക്സും അതുപോലെ തന്നെ ചായയൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷം നമ്മൾ പ്രയറിന് പോയി. നിസ്കരിക്കാനുള്ള ടൈമായി. നമ്മൾ പ്രയറൊക്കെ കഴിഞ്ഞ് വന്നു. അതിന് ശേഷം ഒരു 9:30-10 ഒരു 10 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇഫ്താറിൻ്റെ മെയിൻ കോഴ്സ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് കാര്യമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഇന്ന് പുറത്തായിരുന്നു, അതുകൊണ്ട് കാര്യമായിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഇഫ്താറിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തിയാണ് കഴിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. റംലാൻ ഇഫ്താർ വ്ലോഗ് 2022 ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വളരെ കുറച്ച് മന്തിയെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതൽ പാഴ്സൽ എടുത്തായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിലത്തേനും ഇഫ്താറിന് വേണ്ടിയിട്ട് നമുക്ക് മന്തിയായിട്ടും പിന്നെ 1-2 ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ബീഫ് വിത്ത് കുഞ്ഞിപ്പത്തലുണ്ടല്ലോ, അതും അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി എന്ന് പറയുന്ന ഉലുവാക്കഞ്ഞി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പം ഇക്കാക്ക് ഈ ഒരു മന്തി വലിയ താല്പര്യമില്ല. അപ്പോൾ ഇക്കായ്ക്ക് ഉലുവാക്കഞ്ഞിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇക്ക് ഉലുവാക്കഞ്ഞിയും അതുപോലെ തന്നെ ബീഫ് കുഞ്ഞിപ്പത്തലൊക്കെയാണ് ഇക്ക കഴിച്ചത്. അപ്പോൾ ഞാനും സാറായുമാണ് ഈ ഒരു മന്തി കഴിച്ചത്. അപ്പോൾ പൊതുവെ ഇക്കാക്ക് ഈ ഹണി ഗ്ലേസ്ഡ് മന്തിയോട് വലിയ താല്പര്യമില്ല. മട്ടൻ മന്തി അല്ലെങ്കിൽ ബീഫ് മന്തിയൊക്കെ ആണെങ്കിലാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഉണ്ടായിരുന്നത് ഹണി ഗ്ലേസ്ഡ് ചിക്കൻ മന്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചൂടാക്കി ഞാൻ കഴിക്കുകയാണ്. പിന്നെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ ഉലുവാക്കഞ്ഞി റെഡിയാക്കിയത് ഒന്നും കൂടി ഒന്ന് ചൂടൊക്കെ ആക്കി ഒരു ബൗളിലേക്കാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് കുക്കിംഗ് വളരെ കുറവായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്നാക്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും പുറത്തുനിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ മന്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.